ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പെൻറ്റാസ് ലാൻസിലേറ്റ എന്ന ചെടിയെക്കുറിച്ചാണ്. ഇത് നമുക്ക് വീടുകളുടെ മുമ്പിൽ നല്ല ഭംഗിയായി അറേഞ്ച് ചെയ്ത് വയ്ക്കാവുന്ന അല്ലെങ്കിൽ നടാവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കൊമ്പ് മുളപ്പിച്ചും വിത്ത് വഴിയാണ് നടത്തുന്നത്. ഇത് 2 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. നമുക്ക് ക്രോപ്പ് ചെയ്ത് നടത്തിയും വളർത്തിയെടുക്കാവുന്നതാണ്. ഈ ചെടിയിൽ പല കളറുകളുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു 3 കളർ മാത്രമേ ഉള്ളൂ. ഒരു പിങ്ക്, റോസ് കളറ്, റെഡ് കളറ്, ഇങ്ങനെ 3 കളറാണ് എനിക്കുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് മുളപ്പിക്കുന്നത്, സംരക്ഷിക്കുന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൽ ഈ പല പൂവിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും 5 ഇതളുകളാണ് ഉള്ളത് സാധാരണഗതിയിൽ. വളരെ അപൂർവമായിട്ട് 6 ഇതളും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഈ എങ്ങനെയാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് കാണുന്നതിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് കൊമ്പ് മുളപ്പിച്ചെടുക്കാൻ വേണ്ടി ഇതിൽ നിന്ന് ഒരു കൊമ്പ് അല്ലെങ്കിൽ ഒരു ശിഖരം വെട്ടി എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ മിക്കവാറും എല്ലാ ശിഖരങ്ങളിലും മൊട്ട് ഉണ്ട്. അതാണ്ടില്ല, ഇതിലും മുട്ട് വരുന്നു ഇതെല്ലാം. അപ്പോൾ നമുക്ക് മൊട്ടില്ലാത്ത ഒരു ശിഖരം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ഷാർപ്പായിട്ടുള്ള കത്തി കൊണ്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ കട്ടർ കൊണ്ടോ അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് കൊണ്ടോ, നല്ല വൃത്തിയുള്ള ഒരു ബ്ലേഡ് കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ പുരട്ടിയതാണ്. ഈ കളർ ഇരിക്കുന്നതിൻ്റെ കറ പിടിച്ചതാണ്. അതൊന്നും നല്ല വൃത്തിയുള്ള കത്തിയാണത്. അപ്പോൾ ഇതിങ്ങനെ മാറ്റിയിട്ട് ഈ കൊണ്ട വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം, ഇത് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലേ, നല്ല ഷാർപ്പായിട്ട് കട്ടായി വന്നു. അപ്പോൾ ഇതിൽ ഇനി ഈ ചെറിയ താഴെ മണ്ണിനടിയിൽ പോകുന്ന ലീഫുകൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ഈ ചെടിയുടെ ഈ ലീഫിൻ്റെ ഹാഫ്, അതായത് പകുതി വെച്ച് നമ്മളത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ പിന്നെ കേടില്ലാതെ മുളച്ച് വരും. അപ്പോൾ ഇത് വാടിപ്പോകാത്ത രീതിയിൽ വരുന്നതിലേക്ക് വേണ്ടിയാണ് അങ്ങനെ കട്ട് ചെയ്ത് കളയുന്നത്. നമ്മൾ ഹ്യൂമിഡിറ്റി ചേമ്പറിൽ വച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നമില്ലാതെ വരുന്നതിലേക്ക് വേണ്ടിയാണ് അങ്ങനെ. അപ്പോൾ ഇത് നല്ല ഫ്രഷായിട്ട് ഇരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ ഒരു കവറ്, പോളിത്തീൻ കവർ നിറച്ച് വയ്ക്കണം. ഡയറക്റ്റ് ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ സമയത്തിന് മുളച്ച് വരാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നല്ല മിക്സർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ കവറിലോട്ട് നിറച്ച്, കവർ എപ്പോഴും നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് വേണം ഈ തൈ നടാൻ. അല്ലെങ്കിൽ വെള്ളം നനയുമ്പോൾ ഈ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങി വേര് വരുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ടൈറ്റായി കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോൾ നമുക്കതിൻ്റെ ഈ ബാക്കി നനവ് മാത്രമേ നിൽക്കുകയുള്ളൂ, ഈ വെള്ളം കെട്ടി നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഇതിലിപ്പോൾ കവർ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിനെ നമ്മൾ ഒരു വിരൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു കമ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഹോള് സെൻറ്ററിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇതിനെ പതിയെ ഇങ്ങനെ വച്ച് നമ്മളിങ്ങനെ നട്ടു കൊടുക്കുക. ഇത് കവർ ചെയ്ത് വരത്തക്ക രീതിയിൽ, അതായത് എയർ അകത്തോട്ട് കയറാത്ത രീതിയിലുള്ള ഒരു പോളിത്തീൻ കവർ, അതായത് നമ്മൾ മാർജിൻ ഫ്രീ നിന്ന് വാങ്ങുന്ന പിന്നെ പയർ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങുമ്പോൾ കിട്ടുന്ന കവറില്ലേ, ആ ഒരു വെള്ള കവർ എടുത്തതിനകത്ത് മൂടി ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കെട്ടി വിടുകയോ, അല്ലെങ്കിൽ കവർ ചെയ്ത് ഇതിൽ തട്ടി ഇരിക്കാത്ത രീതിയിൽ ഹൈറ്റുള്ള ഒരെണ്ണം എടുത്ത് നമ്മൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഈ അടിയിലോട്ട് പിടിച്ചിങ്ങനെ വെച്ച് കൊടുക്കണം, മറ്റേ പോളിത്തീൻ വെള്ള കവർ. എന്നിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് നല്ല തണലിൽ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒന്നുകൂടെ തുറന്ന് എയർ കയറിയതിന് ശേഷം വീണ്ടും അതുപോലെ മടക്കി അടച്ചു വയ്ക്കണം. 15 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ വേര് വന്നു തുടങ്ങും. 1.5 മാസം കഴിയുമ്പോൾ നമുക്കിതിനടുത്ത് വേറെ ഒരു കവറിൽ ഇതാണ്ടില്ല, ഇത് ഇപ്പോൾ 2 മാസമായി. ഇപ്പോൾ 1.5 മാസമായപ്പോൾ ഞാൻ ഇതിനെ കവറിലോട്ട് വേറൊരെണ്ണം ആണ്, അത് റെഡ് കളറാണ്, കവറിലോട്ട് മാറ്റി ഇതാ ഇപ്പോൾ അതിൻ്റെ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ നല്ല ഭംഗിയായിട്ട് ഇതാണ്ടില്ലേ, അതിൽ ഒരു പ്രാവശ്യം ഇത് കട്ട് ചെയ്ത് വെച്ചപ്പോഴേ ഉണ്ടായിരുന്ന മുട്ടാണ്, അത് വിരിഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാ വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ഇനി ഭംഗിയായിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് തറയിൽ നടുക, ചെടിച്ചട്ടിയിൽ നടുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഇതിലുപയോഗിക്കുന്നത് എല്ലുപൊടി ഉപയോഗിക്കാം, പിന്നെ ചാണകപ്പൊടി. അത് അല്ലാതെ നമ്മൾ കെമിക്കൽ ആയിട്ട് ആണെങ്കിൽ, അതായത് രാസവളം ഉപയോഗിക്കണമെങ്കിൽ 17-17-17 കോംപ്ലക്സ് ഉപയോഗിക്കാം. അപ്പോൾ അത് ഈ 17-17 കോംപ്ലക്സ് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വളരെ ലൈറ്റായിട്ടൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അല്ലാതെ ഓർഗാനിക്കായിട്ട് നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതൊരു 15 ദിവസത്തിലൊരിക്കൽ വളരെ ലൈറ്റായിട്ട് ചാണകത്തിൻ്റെ തെളി കലക്കി ഒഴിക്കാം. അപ്പോൾ ഏത് വളമായാലും കുഴപ്പമില്ല, ഇതിൻ്റെ ചുവടിൽ തട്ടാത്ത രീതിയിൽ സ്വല്പം മാറ്റി നമ്മളതിനെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്ത് വെള്ളം നനച്ച് പരിപാലിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്യുന്നതാണ്. അപ്പോൾ നല്ല ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒക്കെ റെഡിയാക്കി വിട്ടിരുന്നതാണ്. അതുകൊണ്ടല്ലേ ഇപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും ഒരുമിച്ച് ഏകദേശം വിരിയുന്ന ഇതാണ്. ഇതുണ്ടല്ലേ, ഇതെല്ലാം ഏകദേശം അടുത്തടുത്ത സമയങ്ങളിൽ വിരിയുന്നതാണ്. അപ്പോൾ ഒരുമിച്ചാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.